നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. നമ്മുടെ പഹൽഗാം ആക്രമണത്തിൻ്റെ പ്രതിഫലനത്തിൻ്റെ തീച്ചൂളയിലാണ് ഇന്ന് രാജ്യം മുഴുവൻ. പാകിസ്ഥാനിലേക്ക് തിരിച്ചടി നടത്തിക്കഴിഞ്ഞു. അവർ അതിന് തിരിച്ചടി മറുപടിയും തന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ തിരിച്ചടി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, നമ്മുടെ മലയാളികൾ എത്തിപ്പെടാത്ത സ്ഥലം ലോകത്തില്ല. അത് കാശ്മീരിലായാലും ഹിമാലയ പർവ്വതത്തിൻ്റെ എവറസ്റ്റ് ചെന്നാലും ഒരു തട്ടുകട ദോശ നെയ്റോസ്റ്റ് വിൽക്കുന്ന അവിടെ കാണും. ഞാനൊക്കെ കാശ്മീരിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ എമ്പുടി ദോശകൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പട്ടാളത്തിൽ 40-50 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കൊണ്ടുപോയിട്ട് ഈ നെയ്റോസ്റ്റ് മേടിച്ചുകൊണ്ട് മസാല ദോശയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ എല്ലാവർക്കും കഴിക്കാൻ. അപ്പം മലയാളികൾ എന്തുകൊണ്ട് പഹൽഗാമിലെ ആക്രമണത്തിൽ ഭാഗഭാക്കായിട്ടുണ്ട്. ഒരു ആൾ കൊല്ലപ്പെട്ട ഒരാൾ നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ളതായിരുന്നു. ഈ ആക്രമണത്തിൽ ആകെ 4 തീവ്രവാദികളെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം അതിലൊരാൾ മലയാളി ആയത് ആണ് നമ്മുടെ മലയാളിയുടെ സാന്നിധ്യം ചന്ദ്രന് ചെന്നാലും കാണുമെന്ന് പറയുന്നു. ഇന്നലെ ഒരു മൃതശരീരം കിട്ടി അവിടുന്ന്, പുൽവാമയുടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റിൽ നിന്ന്. അപ്പോൾ 10-12 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ 10-12 ദിവസമാണെങ്കിൽ അത് നമ്മുടെ പഹൽഗാം ആക്രമണത്തിൻ്റെ നടന്നിട്ട് ഏകദേശം അത്രയും ദിവസമേ ആയിട്ടുള്ളൂ. ശവശരീരം പരിശോധിച്ചപ്പോൾ കിട്ടിയ ID കാർഡിൽ നിന്നാണ് ആള് മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞത്. എൻ്റെ പേര് മുഹമ്മദ് ഷാനിബ്. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴക്കാരനാണ്. അപ്പോൾ വീട്ടുകാർ പറയുന്ന ചരിത്രം വെച്ച് നോക്കിയാൽ പെർഫെക്റ്റ്ലി ഈ മുഹമ്മദ് ഷാനിബ് തീവ്രവാദ ആക്രമണത്തിൽ പങ്കെടുക്കാൻ പോയതാണെന്ന് നമുക്ക് എഴുതാപ്പുറം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതായത് ആശാൻ ഈ മുഹമ്മദ് ഷാനിബ് ജോലിക്കാണെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂർ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഫോണൊന്നും വിളിക്കാൻ സമയം കാണില്ലെന്ന് പറഞ്ഞ് ഫോൺ ഉപേക്ഷിച്ച് പോകും. ഈ ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഫോൺ കൊണ്ടുപോയിട്ട് വിളിക്കുമ്പോൾ എനിക്ക് തിരക്കാണ്, അതുകൊണ്ട് എപ്പോഴും വിളിക്കണ്ടെന്ന് പറയുകയുള്ളൂ സാധാരണ ഈ ഭൂമിയിലെ ഏത് മനുഷ്യരും. ഇത് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളോ അല്ല പുരുഷന്മാരൊക്കെ വീട്ടിൽ ഫോൺ ഉപേക്ഷിച്ച് പോകുന്ന പോലെയാണ്. അതായത് എന്നെ ഇനി കോണ്ടാക്ട് ചെയ്യണ്ട എന്നുള്ള അർത്ഥം. അപ്പോൾ ഇങ്ങേര് ബാംഗ്ലൂരിൽ എത്തിയില്ല എന്ന് അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഷിഫാന പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല എന്ന്. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, ഫോൺ കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പം മാനസിക നില കുറേശ്ശെ തെറ്റിയ ആളാണെന്ന് വീട്ടുകാർ പറയുന്നു. അത് ശരിയായിരിക്കും. എന്നുവെച്ചാൽ തീവ്രവാദത്തിലോട്ട് ഒരു ദിവസം പൊടുന്നതിനെ അങ്ങോട്ട് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നെന്ന് പറയുന്നു. അപ്പം നാച്ചുറലി ഗൾഫിൽ നിന്ന് ഈ മുഹമ്മദ് ഷാനിബിനെ റിക്രൂട്ട് ചെയ്തിരിക്കാം. തീവ്രവാദി സജ്ജാദ് ഗുൽ കേരളത്തിലും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് MBA പഠിച്ചതാണ്. MBA പഠിച്ച ആരെങ്കിലും ലാബ് ടെക്നീഷ്യൻ പഠിക്കും. അപ്പം കേരളത്തിൽ വന്നത് ലാബ് ടെക്നീഷ്യൻ എന്നുള്ള ഒരു മറയായിരുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആ മറയിൽ ഇവിടുന്ന് തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്തു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ മുഹമ്മദ് ഷാനിബ്. അപ്പോൾ മുഹമ്മദ് ഷാനിബ് തീവ്രവാദ ആക്രമണത്തിൽ പങ്കുചേർന്ന് കഴിഞ്ഞ് തീവ്രവാദികളെല്ലാവരും പിന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുമല്ലോ. അപ്പം രക്ഷപ്പെടാനുള്ള വഴികൾ നേരത്തെ അവർ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റോഡ് മാപ്പ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതിലെ ഈ മാപ്പ് ഉണ്ടാക്കി അതേപോലെ പോകാൻ പറ്റണമെന്നില്ല. കാരണം അവരെ ഹണ്ട് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ഫോഴ്സസ് ഓൾ ഓവർ ദ കാശ്മീർ ഫാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇവർ രക്ഷപ്പെടുന്നതിൻ്റെ അകത്ത് ഈ മലയാളിയെ കൊണ്ട് അങ്ങോട്ട് രക്ഷപ്പെടാൻ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ. ഒന്നാമത് അവരുടെ അത്രയും മലകളിൽ കൂടി കയറി ഓടിച്ചാടിപ്പോകേണ്ട പരിചയം ഇവനില്ല. രണ്ടാമത് വേറൊരു കാര്യം കാണും,
ഇവനെന്തേലും പരിക്ക് പറ്റിയിട്ട് അവശനായി കാണും. അങ്ങനെയാ ഇവനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ കൂടെയുള്ള മറ്റു തീവ്രവാദികൾ ഇവനെ ഡിസ്പോസ് ചെയ്തു. അത് ഏത് ഘട്ടത്തിലും എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ഫോഴ്സസിലും നടക്കുന്നതാണ്. കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഒന്ന് വെടിവെച്ച് കൊല്ലുമെന്ന് നിലവിളിച്ച് പറയുന്ന പട്ടാളക്കാരുടെ കഥകളുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം മലയാളികളുടെ സാന്നിധ്യം കാശ്മീർ തീവ്രവാദത്തിൽ ഫിസിക്കലായിട്ട് ഇത് ആദ്യം കേൾക്കുന്നതായിരിക്കും നമ്മൾ ഈ വാർത്ത. കാരണം ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലൊക്കെ ഇവർ അഫ്ഗാനിസ്ഥാനിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പാകിസ്ഥാനിൻ്റെ കൂടെ യുദ്ധത്തിനും തീവ്രവാദത്തിനും പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം മലയാളി അവരുടെ റിയൽ ടാലൻറ്റ് തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഭൂമിയിൽ എവിടെ തീവ്രവാദം ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം കാണുക. അപ്പം നമുക്ക് അഭിമാനിക്കാൻ വകയായിട്ടുണ്ട്. ഇനി മോശം കാര്യത്തിനാണേലും നമ്മൾ മലയാളികൾ പുറകോട്ടില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കും. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.